ഇത്തവണത്തെ കലോത്സവത്തിന്റെ ആദ്യ ദിനം സ്വാഗതഗാനത്തെക്കാളും വ്യത്യസ്തമായത്, എന്തുകൊണ്ടും വ്യത്യസ്തമായത് മറ്റൊന്നുമല്ല, ഉരുൾപൊട്ടൽ ദുരന്തം തകർത്ത ചൂരൽമലയുടെ കിനാവുകൾ പങ്കുവെച്ചുകൊണ്ട് വെള്ളാർമല GVHSSലെ വിദ്യാർത്ഥികളുടെ അതിജീവന നൃത്തം 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായാണ് വെള്ളാർമലയുടെ സ്വന്തം പ്രതിഭകൾ നൃത്തം അവതരിപ്പിച്ചത്. കലാപ്രകടനങ്ങൾക്കും അപ്പുറം അതിജീവനത്തിന്റെ വേദി കൂടിയായി കലോത്സവം മാറുന്ന കാഴ്ചയിലേക്കാണ് ഉദ്ഘാടന ചടങ്ങിന് ശേഷം പ്രധാന വേദി മിഴി തുറന്നത്. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിഹ്നം തുങ്കമാം വാനിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആരാധനാലയങ്ങളിൽ നിന്നും ഉയർന്നു കേട്ടിരുന്ന പ്രാർത്ഥനാ വചനങ്ങളോടെയാണ് വെള്ളാർമല GVHSSലെ കുട്ടികളുടെ നൃത്താവിഷ്കാരം തുടങ്ങിയത്. വെള്ളാർമലയിൽ ഉദിച്ച അക്ഷരജ്യോതിസായ വിദ്യാലയം ചൂരൽമലയിലെ സാധാരണക്കാരന്റെ മക്കൾക്ക് 4 അക്ഷരം ചൊല്ലിക്കൊടുത്തതിനെക്കുറിച്ചും ആ മണ്ണിൽ ജീവിച്ചിരുന്ന മനുഷ്യർ കണ്ട കിനാവുകളെക്കുറിച്ചും കുരുന്ന് പ്രതിഭകൾ നൃത്തത്തിലൂടെ കേരളത്തിന് പറഞ്ഞുകൊടുത്തു. ഉരുൾപൊട്ടൽ ദുരന്തം നൃത്തത്തിലൂടെ പുനരാവിഷ്കരിച്ചപ്പോൾ ഒരിക്കൽ കൂടി കേരളത്തിന്റെ ഉള്ളുലഞ്ഞു. കലോത്സവ വേദിയിൽ നൃത്തം ആവിഷ്കരിക്കാനായതിന്റെ ആഹ്ലാദം കുട്ടികളിൽ അലതല്ലി. ജീവിതം തിരിച്ചുപിടിക്കാൻ കേരളം ഒപ്പം നിൽക്കുന്നതിന്റെ സന്തോഷം അവർ തുറന്നു പ്രകടിപ്പിച്ചു. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനത്തെ സ്റ്റേജിൽ കയറാൻ പറ്റിയത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്റ്റേജിൽ കയറുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വരികയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. ഭയങ്കര സന്തോഷം. CMനെ കാണാൻ പറ്റിയതും സംസാരിക്കാൻ പറ്റിയതും കൂടെ നിൽക്കാൻ പറ്റിയ ഒരു അവസരം തന്നെ വലിയൊരു ചാൻസ് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ കൂടെ ഉള്ളവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പാട്ട് സെലക്ട് ചെയ്തതും അവതരിപ്പിച്ചതും. അനിൽ സാറാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ആ സാർ തന്നെയാണ് ഇത് മ്യൂസിക് ട്യൂൺ ചെയ്തതും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തതും സാറ് തന്നെയാണ്. ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സാറ്. എനിക്ക് നല്ല സന്തോഷം. എന്താ പറയണ്ടറില്ല, വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും വലിയ സന്തോഷത്തിൽ. അപ്പോൾ ഇത്രയും വലിയൊരു വേദി ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അത് ഞങ്ങളുടെ മുഖ്യമന്ത്രി എത്രയോ വലിയ ആൾക്കാരുടെ മുമ്പിൽ ഞങ്ങൾക്ക് കളിക്കാൻ ഒരിക്കലും ഞങ്ങൾ സ്വപ്നം പോലും കാണാത്തൊരു സംഭവമായിരുന്നു. മുഖ്യമന്ത്രി വന്ന് ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് സാറ് ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങളുടെ സ്കൂളൊക്കെ സാറ് നോക്കിക്കോളാന്ന് പറഞ്ഞു. ഈ വേദിയിലൂടെ തന്റെ കുട്ടികൾ അതിജീവിച്ചു എന്ന വെള്ളാർമലയുടെ സ്വന്തം ഉണ്ണിമാഷിന്റെ വാക്കുകൾ. ഈ ഒരു പ്രളയത്തിന് ശേഷം ആകെ മാനസികമായും ഒക്കെ തകർന്നിരിക്കുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നുള്ള ഞങ്ങളുടെ അധ്യാപകരുടെ ഒരു ചിന്തകളാണിത്. അപ്പോൾ എല്ലാ കൗൺസിലിങ്ങുകൾ ഒരുപാട് കൊടുത്തു, എല്ലാം ചെയ്തു. പക്ഷെ അതിൽ നിന്നൊന്നും അവർ റിക്കവർ ആയില്ല. പിന്നീട് ഞങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരുന്നു എല്ലാ സ്പോർട്സിലാണെങ്കിലും ശാസ്ത്രമേളയിലാണെങ്കിലും കലയിലാണെങ്കിലും എല്ലാത്തിലും എൻഗേജ് ആക്കുക. അവരുടെ ചിന്തകളിൽ നിന്ന് ഈ ഓർമ്മകൾ മായ്ക്കുക എന്നുള്ളതായിരുന്നു. ഇതും കൂടെ ആയപ്പോൾ മനസ്സിലുണ്ടായിരുന്ന മുറിവ് പൂർണ്ണമായും മാറിയെന്നാണ് വിശ്വാസം. ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരു ചർച്ചയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അതിന് നല്ലൊരു കൊറിയോഗ്രാഫർ വേണം, നല്ലൊരു എഴുത്തുകാരൻ വേണം. അതൊക്കെ ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് ഈ അനിൽ എന്ന് പറയുന്ന സാറിലെത്തി. അദ്ദേഹം വന്നു. അദ്ദേഹം അത് ഭംഗിയായിട്ട് ചെയ്തു തന്നാണ് വിശ്വാസം. അധ്യാപകനായ അനിലാണ് വെള്ളാർമല GVHSSലെ കുട്ടികളെ പരിശീലിപ്പിച്ചത്. കുട്ടികളെ ചേർത്ത് നിർത്തിയും ഒപ്പം ഫോട്ടോയെടുത്തും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളം ഒപ്പമുണ്ടെന്ന സന്ദേശം അവർക്ക് നൽകി. ഏതു ദുരന്തത്തെയും അതിജീവിക്കുമെന്ന് പലവട്ടം തെളിയിച്ചവരാണ് നമ്മൾ കേരളീയർ. ഈ കലോത്സവ വേദിയും അതിജീവനത്തിന്റെ മഹാമാതൃകയായി തീരുകയാണ്. ടീം കേരള വിഷൻ ന്യൂസിനൊപ്പം റിയാസ് KMR.